അഞ്ചിന് പ്രിയമുള്ളവരെ, പ്രിയ സഹോദരങ്ങളെ കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ആർക്കാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കിയിരിക്കുകയാണ്. നോക്ക്, നിങ്ങള് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്താണ് വാഗ്ദത്തം? സ്വർഗരാജ്യം തരാമെന്ന്. സ്വർഗരാജ്യം തരാമെന്ന് വാഗ്ദത്തമാണ്. തന്നെ യേശുവിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ദൈവിക വാഗ്ദത്തമാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് എന്തുകൂടെ കിട്ടുമെന്ന് 1:12 വായിച്ച യാക്കോബ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിയണം. നോക്ക്, എന്തായി തെളിയണം? കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം നീ വായിച്ചേ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഒന്ന്, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു വാഗ്ദത്തമുണ്ട്, സ്വർഗം തരാമെന്ന്. 2, ജീവകിരീടം തരാമെന്ന. നോക്കണം, ജീവകിരീടം ആർക്കാ? വിശ്വാസത്തിൽ പരീക്ഷ സഹിക്കുന്ന ഒരു മനുഷ്യന്. നീ പരീക്ഷയിൽ ജയിക്കണം. പരീക്ഷയിൽ തോറ്റാലല്ല, പരീക്ഷയിൽ ജയിച്ചാൽ നിനക്ക് ജീവകിരീടമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന അനേകർക്ക് എന്തുണ്ട്? സ്വർഗത്തിൽ പോകുക മാത്രമല്ല, ഒരു കിരീടം വച്ചിട്ടുണ്ട്. ഈ കിരീടത്തിനകത്ത് മുത്തുകൾ വേണമെങ്കിൽ എന്ത് വേണം? ആത്മാക്കളെ ആദായപ്പെടുത്തിയെടുക്കണം. പറഞ്ഞോട്ടോ, നിങ്ങൾ ആത്മാക്കളെ നേടിയാൽ നിങ്ങളുടെ കിരീടത്തിൽ മുത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുത്ത് കിട്ടണ്ടേ? തേജസ് വരണ്ടേ? സ്റ്റാർ വരണ്ടേ? നക്ഷത്രം വരണ്ടേ? വരണമെങ്കിൽ നിങ്ങൾ ആത്മാക്കളെ ആദായപ്പെടുത്തിയെടുക്കുന്നവരായിരിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നവരായിരിക്കണം. സുവിശേഷത്തിന് വേണ്ടി കഷ്ടത സഹിക്കുന്നവരായിരിക്കണം. സുവിശേഷം മുഖാന്തരം കഷ്ടം സഹിച്ചാൽ നിനക്ക് നിത്യജീവനുണ്ട്, നിനക്ക് സ്റ്റാർ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നേരത്തെ വായിച്ചപ്പോൾ 2:10 എഫേസ്യർ 2:10 വായിച്ചുകൊണ്ടിരുന്നത്. എഫേസ്യർ ഓക്കെ, അവിടെ നീ അത് എൻ്റെ മെസ്സേജ് അതല്ല, അങ്ങ് പോട്ട് നിൽക്കട്ടെ. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്? സൽപ്രവൃത്തികൾ ചെയ്യുവാൻ, നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ. അതിനുവേണ്ടിയാണ് ദൈവം ക്രിസ്തുയേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ക്രിസ്തുയേശുവിൽ സൽപ്രവൃത്തികളായിട്ട് ചെയ്യുവാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. താഴോട്ട് വായിച്ചേരി. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ഒരു പാസ്റ്റർ ഇവിടെ വന്നു ഒരു നന്മ കൊടുക്കുന്നെങ്കിലും മുന്നമേ അദ്ദേഹത്തിൻ്റെ ഇത് കൊടുത്തിട്ടാ ചെയ്യിപ്പിക്കുന്നത്. പറഞ്ഞോട്ടോ, ആ വാക്യം വായിച്ച മനസ്സിലാക്കാം. ഒന്ന് വായിച്ച അതിൻ്റെ താഴെ 11ാമത്തെ വാക്യം, എഫേസ്യർ 2:11. ഒക്കെ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്യുന്നെങ്കിൽ, നന്മ പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതല്ല, മുന്നമേ ദൈവം തന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലായോ? ദൈവം മുന്നമേ നിങ്ങളുടെ കയ്യിൽ തരാതെ നിങ്ങളൊരു സൽപ്രവൃത്തിയും ചെയ്യുന്നില്ല. സൽപ്രവൃത്തി ചെയ്യുവാൻ മുന്നമേ നിങ്ങളുടെ കയ്യിൽ ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങളൊരാൾക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കുന്നെങ്കിൽ അത് ചായക്കുള്ള പൈസ എന്ത് ചെയ്യുന്നു? മുന്നമേ നിങ്ങളുടെ പോക്കറ്റിൽ തന്നിരിക്കുകയാണ്. ദൈവം തരാതെ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായിക്കോണം. അപ്പം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നന്മ ചെയ്യുവാൻ, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ടൈറ്റസ് 2:14 കൂടെ ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ
ഉപകാരം എന്ത്? ടൈറ്റസ് എന്ന് പറയുന്നത് തീത്തോസാണ്. രണ്ടിൻ്റെ പേര്. ദൈവം നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ടൈറ്റസ് തീത്തോസ് 2:14 ഞാൻ പറഞ്ഞത്. കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്ദത്തം ചെയ്യാൻ ഓക്കെ, ദൈവം നമ്മെ ടൈറ്റസ് ആണ്, തീത്തോസാണ്. ദൈവം നമ്മെ സകല സൽപ്രവൃത്തികളിൽ നിന്നും ദൈവം നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ നോക്ക്, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നോക്ക്, നമ്മെ എവിടെ നിന്ന് എടുത്തെന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മെ എവിടെന്നാ എടുത്തിരിക്കുന്നത്? സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തതിന് വേണ്ടി, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കാൻ വേണ്ടി. അപ്പൊ അധർമ്മത്തിൽ കടന്ന്, പാപത്തിൽ കടന്ന്, അന്ധകാരത്തിൽ കടന്ന് നമ്മെ വീണ്ടെടുത്ത എന്തിനു വേണ്ടി? സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കാൻ. പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ 1 പത്രോസ് 2:9 പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചെന്ന. നമ്മെ എവിടെ നിന്ന് വിളിച്ചു? നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ഓക്കെ, എന്തിനു വേണ്ടിയാ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് എന്തിനു വേണ്ടി? പള്ളിയിൽ ഞായറാഴ്ച വെള്ളിയാഴ്ച വന്നിരിക്കാൻ വേണ്ടിയല്ല. അറിഞ്ഞാട്ടോ, ഞായറാഴ്ച വെള്ളിയാഴ്ച വന്നിട്ട് എന്നിട്ട് പോകാനല്ല. എന്തിനാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? എന്തിനാ അന്ധകാരത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന? എന്തിനാ? ഒരിക്കൽ നിങ്ങൾ ഇരുട്ടിലായിരുന്നു, പിശാചിൻ്റെ പിടിയിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു.